ഞാൻ ദിവ്യ. വാർത്തകൾ വിശദമായി. കിഫ്ബി മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കിയത് 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട്ടെ രാമനാട്ടുകര നഗരസഭ ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കിഫ്ബി മുഖേന 90,000 കോടി രൂപയുടെ വികസനം സംസ്ഥാനത്ത് നടപ്പാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 140 നിയോജക മണ്ഡലങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ നേട്ടങ്ങൾ എത്തിക്കാൻ കിഫ്ബി വഴി സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 15.44 കോടി രൂപയും മുനിസിപ്പൽ തന്നത് ഫണ്ടിൽ നിന്ന് 2.50 കോടിയും ചെലവിട്ട് പുതിയതായി നിർമ്മിച്ച രാമനാട്ടുകര നഗരസഭ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാമനാട്ടുകര പഞ്ചായത്ത് രൂപം കൊള്ളുന്നു. പിന്നീട് കോഴിക്കോട് നഗരത്തിനൊപ്പം വളർന്ന ചരിത്രമാണ് രാമനാട്ടുകരയ്ക്കുള്ളത്. അങ്ങനെ ഇതൊരു നഗരമായി വളർന്നു. ഇവിടുത്തെ ഭരണം നഗരസഭയിൽ നിക്ഷിപ്തമാണ്. ആ നഗരസഭക്കാണ് ഇപ്പോൾ ഒരു കെട്ടിടം ഉണ്ടായിരിക്കുന്നത്. 18 കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. ഈ 18 കോടിയിൽ 15 കോടി 44 ലക്ഷം രൂപയാണ് ഈ നിർമ്മാണത്തിനായി കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചത്. ഈ കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ ലഭ്യമാക്കിയതാണ് ആ പണം. ഇവിടെ പല വികസന പ്രവർത്തനങ്ങളും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കിഫ്ബി ഫണ്ട് മുഖേനയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 90,000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി മുഖേന നടപ്പാക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗം തന്നെയാണ് രാമനാട്ടുകര നഗരസഭ ഓഫീസ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം. വിവിധ വകുപ്പുകളോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ അടുത്ത നവംബർ 1 മുതൽ കേരളം അതിദാരിദ്ര്യമുക്തമാകാൻ പോവുകയാണ്. ഇന്ത്യയിലും ലോകത്തിലും അപൂർവം പ്രദേശങ്ങൾ മാത്രമാണ് അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളത്. ഈ ഒരു പട്ടികയിലേക്ക് കേരളവും ഉൾപ്പെടാൻ പോവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷനായി. സർക്കാർ ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ഔദാര്യമല്ല, അവകാശമാണെന്ന മുദ്രാവാക്യമാണ് സർക്കാർ ഉയർത്തിപ്പിടിക്കുന്നതെന്നും ഇതിന്റെ ഭാഗമായി K-സ്മാർട്ട് പദ്ധതി നടപ്പാക്കിയതിലൂടെ ഓഫീസുകളിൽ ജനങ്ങൾ കയറിയിറങ്ങുന്ന അവസ്ഥയിൽ മാറ്റമുണ്ടായതായും മന്ത്രി പറഞ്ഞു. നഗരസഭ ഓഫീസ് കെട്ടിടത്തിലെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. എല്ലായിടത്തും ഒരുപോലെ വികസനം എത്തിക്കാൻ എല്ലാവരുമായും യോജിച്ചു പോകുകയെന്ന സമീപനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാമനാട്ടുകരയുടെ ഏറെ നാളത്തെ ആവശ്യമായ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയതായും മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദമായി നിർമ്മിച്ച കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യം, കാത്തിരിപ്പ് കേന്ദ്രം, എല്ലാ നിലകളിലും ശുചിമുറി എന്നിവ ഒരുക്കിയിട്ടുണ്ട്. ഓഫീസിനോടനുബന്ധിച്ച് വിശാലമായ പാർക്കിംഗ് സൗകര്യവും ക്യാന്റീനും ക്രമീകരിച്ചിട്ടുണ്ട്. 400 പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ കൗൺസിൽ ഹാളും ഒരുക്കിയിട്ടുണ്ട്. ACV ന്യൂസ്, കോഴിക്കോട്.